ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ നോമ്പൊക്കെ ഇന്ന് സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ നോമ്പ് ഈ ഒരു 30 ദിവസം കൊണ്ട് ഒരു ഖത്തം ഓതുന്ന ഒരു പതിവ് നമുക്ക് എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ജുസു കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പതിവാണ് എല്ലാവരിലും തന്നെ ഉള്ളത്. അപ്പോൾ ഇതിൽ പോകെ പോകെ ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളുണ്ടാകുന്ന ജോലി തിരക്ക് കൊണ്ടോ, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ടയേർഡ്നെസ് കൊണ്ടോ ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 5 വക്കത്ത് നിസ്കാരമാണല്ലോ വരുന്നത്. അപ്പം ആ ഓരോ നിസ്കാരത്തിന് ശേഷവും നമുക്കൊരു 4 പേജസ് ഓഫ് ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ 5 നിസ്കാരത്തിന് ശേഷവും 4 പേജസ് വായിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 20 പേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 30 ദിവസം കൊണ്ട് നമുക്ക് ഒരു ഖത്തം നല്ല അടിപൊളിയായിട്ട് തീർക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പം എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് 29 നോമ്പോ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഒരു ദിവസം ഒന്ന് കുറച്ചധികം നേരം ഇരുന്നാൽ നമുക്ക് തീർക്കാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുക, ഫീമെയിൽസിലുണ്ടാവുന്ന നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു 4 പേജ് ഓതുന്നതിന് പകരം ഒരു 6 പേജ് ഓതുക, അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് 30 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല 2 ഖത്തമാണ് നമ്മൾ തീർക്കണം എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ വക്കത്ത് നിസ്കാരത്തിന് ശേഷവും 8 പേജ് ഓതുക. അപ്പം ഒരു ദിവസം നമുക്ക് 40 പേജ് വായിക്കാൻ പറ്റും. അങ്ങനെ ഓതിക്കഴിയുമ്പോഴത്തേക്കും 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ഖത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര എളുപ്പവുമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഖുറാൻ വായിക്കാനും പറ്റും, ഖത്തം കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും റമളാൻ കരീം.